നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നേ അനിയും നന്ദൂടെ കെട്ടിപ്പിടിച്ച് ബീച്ചിലിരിക്കണ സമയത്താണ് നവീൻ അവിടേക്ക് വരുന്നത്. നവീൻ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നവീന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. നവീന് മനസ്സിലായി നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാന്ന്. അപ്പം നന്ദു തന്നോട് പറയുന്നതെല്ലാം കള്ളത്തരമാണ്. അവൾക്ക് ഇഷ്ടമാണ് അനിയെ, അനിക്ക് മാത്രമല്ല നന്ദുവിനും ഇഷ്ടമാണ്. അപ്പൊ തന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുക. നവീനാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനായി. ഇത്രയും കാലം മനസ്സിലുണ്ടായിരുന്ന ആ വിഗ്രഹം ഒരു നിമിഷം കൊണ്ട് ഉടഞ്ഞുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ നന്ദുവിനെ സ്വന്തമാക്കാന്നുള്ള മോഹം അവിടെ തകർന്നു പോവുകയാണ്. അപ്പം നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അനാമികയും അനിയും തമ്മിലുള്ള വിവാഹബന്ധം എത്രയും പെട്ടെന്ന് തന്നെ വേർപെടുത്തി കൊടുക്കണം എന്ന് തന്നെ ആഗ്രഹിച്ച. അങ്ങനെയാണെങ്കിലല്ലേ അവന്തിയെ കല്യാണം കഴിച്ച് അവൻ പോകത്തുള്ളൂ. പിന്നെ അവന്റെ ശല്യമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ഒരു പക്ഷെ ഇതുകൊണ്ടായിരിക്കും നന്ദു വേറെ വിവാഹത്തിനൊന്നും സമ്മതിക്കാത്ത. നന്ദുവിന്റെ മനസ്സിൽ ആരുമില്ലെന്ന് പറയുന്നത് കള്ളത്തരമായിരുന്നു. ഇത്രയും കൂട്ടായിട്ടിരുന്നിട്ട് പോലും അവള് തന്നെ ചതിച്ചു. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പ്രതികാര ചിന്തയൊക്കെ നവീന്റെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. കാരണം നന്ദുവിനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അനിയോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും നന്ദുവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ അത് അറിഞ്ഞില്ലാത്ത മട്ടിൽ അപ്പം തന്നെ നവീൻ അവിടെ നിന്ന് പോവാണ്. കുറച്ച് സമയം കൂടെ സംസാരിച്ച് അങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് അനിയും നന്ദുവും കൂടെ പിരിയുന്നത്. അപ്പൊ പോകുന്ന സമയത്തും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നന്ദുവിനെ നഷ്ടപ്പെട്ടു പോവോ, എന്ത് വന്നാലും നഷ്ടപ്പെടാൻ പാടില്ല, ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് അഭി നാഗേന്ദ്രനെ കാണാൻ പോയിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം നവ്യയോട് പോയി സംസാരിക്കുകയാണ്. അങ്ങനെ നവ്യയോട് സംസാരിക്കുന്ന സമയത്ത് അവന്തികയുടെ അനിയുടെയും കൂടെ കല്യാണ വിഷയം എടുത്തിടുവാണ്. ആ സമയത്ത് നവ്യ പറഞ്ഞു, അല്ല ഇനിയിപ്പോ ആ കല്യാണം അത് നടത്തണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ? എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ നിനക്ക് താല്പര്യമില്ലാത്ത? അല്ല അനിയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹബി പറഞ്ഞു, അത് നടക്കുന്നതല്ലേ നല്ലത്. ഇനിയിപ്പം അത് നടന്നില്ലെങ്കിൽ നിന്റെ അനുജത്തി ഇങ്ങോട്ടേക്ക് വന്ന് കയറില്ലേ? എനിക്ക് തോന്നേ അനി ഇതുവരെയായിട്ട് സമ്മതം പറയാത്തതിന്റെ കാരണം നിന്റെ അനുജത്തിയാന്ന് തോന്നേ. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് നവ്യ പറഞ്ഞു, അങ്ങനെയാൻ വഴിയില്ല. അല്ലെങ്കിലും നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പണ്ടേ തൊട്ട് താല്പര്യമില്ല. അല്ലെങ്കിലും അവൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഇവിടുത്തെ ഇളയമ്മ സമ്മതിക്കുമോ? ഒരു കാരണവശാലും സമ്മതിക്കില്ല. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ എടുക്കുമെന്നും പറഞ്ഞല്ലേ ഇളയമ്മ ഇരിക്കണമെന്ന് ചോദിച്ചു. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇതുവരെയായിട്ട് സമ്മതിച്ചിട്ടില്ലല്ലോ. അവൻ കല്യാണത്തിന് സമ്മതിക്കാതെ എങ്ങനെയാ ശരിയാന്നേ? ഒരാൾ മാത്രം പോലല്ലേ, രണ്ടുപേരും വേണ്ടെന്ന് ചോദിച്ചു. ഈ സമയം നവ്യയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്നും മുടങ്ങി കിട്ടിയാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അഭി പറഞ്ഞു, അവന്തികയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില. അവൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അനി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. ആ സമയത്ത് നവ്യക്ക് ദേഷ്യം വന്നേ. അവള് വൃത്തികെട്ടവള്. അവള് പുറമെ ചിരിച്ചിട്ട് ഉള്ളില് ചതിച്ചോണ്ടിരിക്കുക. കാരണം നാഗേന്ദ്രനെ അല്ലേ രണ്ടു മക്കളും കുടുംബത്തെ ചതിക്കാൻ കൂട്ടുന്നവനല്ലേ. അപ്പൊ പിന്നെ അവന്റെ മക്കൾ എന്താണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ വരത്തുള്ളൂ. ഒരു കാരണവശാലും ഈ ബന്ധം നടക്കാൻ പാടില്ല. പക്ഷെ അബിയുടെ മുന്നിൽ നവ്യ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുന്നുണ്ട്. പിന്നീട് നവ്യ ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യണ്ടേ? കാരണം ഇവരുടെ ഞായറാഴ്ച എൻഗേജ്മെന്റും കാര്യങ്ങളുമാണ്. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തണം. മുത്തശ്ശനാണെങ്കിൽ എല്ലാരെയും വിളിച്ചു കൂട്ടി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻഗേജ്മെന്റ് ചെറിയ തോതിലാണ്, വീട്ടിൽ വെച്ച് മാത്രം, പുറത്തെ ആൾക്കാരൊന്നും ക്ഷണിക്കുന്നൊന്നുമില്ല. എന്നാലും വീട്ടിൽ വെച്ചാണെങ്കിലും അതിൻ്റെതായ രീതി വേണം ചടങ്ങുകളൊക്കെ നടത്താനായിട്ട്. പിന്നെ അവന്തികമായിട്ടുള്ള കല്യാണം അനാമികയായിട്ടുള്ള ഡിവോഴ്സിന് ശേഷം മാത്രം മതി. പക്ഷെ അത് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ഉണ്ടാകും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അപ്പൊ ഇതിന്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അനി പോയിട്ട് നന്ദുവിനെ ഫോൺ ചെയ്യുവാണ്. നന്ദുവിനെ വിളിച്ചിട്ട് നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്. നന്ദു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെപ്പാടെ ടെൻഷനാ. ഇവിടെ കല്യാണാലോചന തകൃതിയായിട്ട് നടക്കും, അറിയാലോ. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അവളുടെയും കൂടെ എൻഗേജ്മെന്റ് നടത്തണമെന്ന് പറഞ്ഞ അതും ഈ ഞായറാഴ്ച തന്നെ. എനിക്കാണെങ്കിലോ എങ്ങോട്ടേലും ഓടിപ്പോകാൻ തോന്നുക. നീ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കുക ഇതൊന്നും മുടക്കാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, എടാ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? നീ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുക. അങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊന്നും മുടക്കിത്താ. അങ്ങനെ ഞാനൊന്ന് സമാധാനിക്കട്ടെ. എങ്ങാനും ഈ ബന്ധം നടക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മരിക്കേണ്ട വന്നാലും ശരി അവളുടെ കഴുത്തിൽ ഞാൻ താലി ആർത്തില്ല എന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം അനിയുടെ വിഷമം എന്താണെന്ന് നന്ദുവിന് അറിയാം. നന്ദു പറഞ്ഞു, നീ അങ്ങനെയും ചിന്തിക്കില്ല, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞ് അനിയെ ആശ്വസിപ്പിക്കുകയാണ്.
ഇതേ സമയത്ത് ഇതേ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു നവ്യയ്ക്കും. ഒരു കാരണവശാലും ഈ ബന്ധം നടക്കാൻ പാടില്ല, എന്ത് ചെയ്യണമെന്ന് തല പോകഞ്ഞ് ആലോചിച്ചു. പിന്നീട് അനാമികയുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പം ഈ പറയുന്ന നവ്യയ്ക്ക് ഒന്ന് രണ്ട് അല്ലാത്ത ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്നായിരുന്നു ആദർശിന് മെസ്സേജ് ഒക്കെ അയക്കുന്നേ. അങ്ങനെ അനാമികയ്ക്ക് മെസ്സേജ് അയക്കുവാണ്. രണ്ടും കൽപ്പിച്ചാണ്. അവന്തിക എന്ന് പറയുന്ന വൃത്തികെട്ടവള് ആ പാവം പിടിച്ച അനിയുടെ ജീവിതത്തിലേക്ക് ചെന്നുകൂടാ. നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കണ്ടേ, അവർ രണ്ടുപേരും ഒന്നാകണം. ഒരു കാരണവശാലും ആ വൃത്തികെട്ടവള് അനിയുടെ തലയിൽ തൂങ്ങാൻ പാടില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു നവ്യയുടെ മനസ്സിൽ. അങ്ങനെ അവന്തിക്ക് അനാമികയ്ക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോൾ അനാമിക നോക്കി. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അനിക്കാണ് നേട്ടം ഉണ്ടാകുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുവോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അനാമിക ഒന്ന് ഞെട്ടി. ഇതിങ്ങനെ വിട്ടിട്ടുണ്ടെ ശരിയാകത്തില്ലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായി. അവർ തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തൻ്റെ കാര്യത്തിനൊരു തീരുമാനമുണ്ട്. ചിലപ്പം തനിക്ക് പൈസ പോലും കിട്ടില്ല എന്നുള്ള രീതിക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ വേണുവിൻ്റെ അടുത്തേക്ക് നോളാം മെസ്സേജ് ഒക്കെ ആയിട്ട്. പിന്നീട് വേണുവിനോട് കാര്യങ്ങൾ പറയണം. ആ സമയം രേവതി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ ഈ മെസ്സേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, അയ്യോ അങ്ങനെയാണ്, ഒരു കാരണവശാലും അനി അവന്തിക നമ്മളുടെ വിവാഹം നടക്കാൻ പാടില്ല. എനിക്ക് നല്ല സംശയമുണ്ട്, അഭിയേട്ടൻ നമ്മളെ ചതിക്കുവാണോന്ന്. മിക്കവാറും അഭിയേട്ടനല്ലേ ആള്, ഒരു നേട്ടവും ഇല്ലാതെ ഒന്നും ചെയ്യത്തില്ലോ. അഭിയേട്ടന്റെ പെങ്ങളെ കൊണ്ട് അനിയുടെ വിവാഹം നടത്തിക്കണമെങ്കിൽ അതിന് തക്കതായി എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന അനിയുടെ പേര് കോടികളുടെ സ്വത്തുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അവന്തിക. ഒരു കാര്യം ചെയ്യട്ടെ, നമുക്ക് തരാനുള്ള ക്യാഷൊക്കെ തന്ന് നമ്മുടെ ഡിവോഴ്സ് നടത്തിയതിന് ശേഷം മാത്രം മതി അവരുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിനു മുമ്പ് ഒരു കാരണവശാലും നടത്താൻ പാടില്ല അച്ഛാ. എനിക്ക് തോന്നി അച്ഛാ മെസ്സേജ് വിട്ടത് അവരോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എൻഗേജ്മെന്റ് മുടക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, മോളെ അത് വേണം അച്ഛാ. നമുക്ക് കളിക്കാനൊരു അവസരം കിട്ടിയിരിക്കുന്ന ഈ എൻഗേജ്മെന്റ് മുടക്കുവാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു തോന്നലുണ്ടാവും എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന്. അപ്പം നമ്മുടെ ഏത് എഗ്രിമെന്റും അവർ സമ്മതിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേണുവിനും തോന്നി അത് ശരിയാണല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുകയാണ്. പക്ഷെ ഇതൊന്നും അബിക്ക് അവർക്കൊട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് നവിയും വീട്ടിലേക്ക് വന്നിട്ട് വല്ലാത്ത ടെൻഷനിലായിരുന്നു. നവിയും വന്നു കഴിഞ്ഞപ്പോൾ പത്മ ചായ കൊണ്ട് കൊടുക്കുമ്പോഴത്തേനും നവിയും വേണ്ടെന്നും പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. ഇവരിത് എന്ത് പറ്റി, മുഖമൊക്കെ എന്തോ വല്ലായിരിക്കുന്നു മോളെ എന്ന് ഓർത്തുണ്ടെങ്കിൽ ചെന്നു. എന്താടാ നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അമ്മ ഒന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. എടാ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ, ദേ എന്നെ കുറച്ചേരം തനിച്ചു വിടാനൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പത്മ ഒന്നും മിണ്ടാതെ തിരിച്ചങ്ങോട്ട് പോന്നു. പക്ഷെ കാര്യം എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷെ നവീന്റെ മനസ്സിൽ നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകളാണെന്ന് അറിയണ്ടായിരുന്നില്ലോ. അവളെ കാണണം, അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു ചോദിക്കണം. ഇതിനി ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇത്രയും കാലം തന്നെ കുരങ്ങ് കളിപ്പിക്കുമായിരുന്നു. താൻ അവളോട് ചോദിച്ചാ അനിയെ ഇഷ്ടമാണോ, പക്ഷെ അങ്ങനെയൊന്നുമില്ല, അനിയൊരു ഫ്രണ്ടിനെ പോലെ കാണുന്നെന്ന് തന്നോട് പറഞ്ഞത്. എന്നിട്ട് അവള് ചതിക്കുമായിരുന്നു തന്നെ. അതോർക്കും തോറും ഭയങ്കര ദേഷ്യവും സങ്കടം കൂടിക്കൂടി വന്ന് നവീന് ഒരു പണി കൊടുക്കണം എന്നൊക്കെ നവീന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. തന്നോട് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, അനാമിക എന്താണെങ്കിലും അവന്തികയുടെ അതുപോലെ തന്നെ അനിയുടെയും കൂടെ എൻഗേജ്മെന്റ് കുളമാക്കും എന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.